ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന ആൻറ്റി ഏജിങ് സൈൻസൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു 7 മുതൽ 8 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ മുഖത്ത് ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുന്നത് എല്ലാവർക്കും അറിയാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയി വെക്കാനായിട്ടും വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നതിനും വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം രാവിലെ 2 ഗ്ലാസ് വെള്ളം മിനിമം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതും നമ്മളൊന്ന് പുറത്ത് പോയി നമ്മൾ കാറ്റൊക്കെ കൊണ്ട് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹാപ്പിനെസ് അതുപോലെ തന്നെ നമ്മുടെ ഓക്സിജനൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് പോകാനായിട്ട് അത് വഴി നമുക്കൊരു എന്താ പറയുക അന്നത്തെ ഒരു ഡേ നല്ലൊരു റിഫ്രഷിങ് ഡേ ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നമുക്ക് സ്കിന്നിലൊരു ഹാപ്പിനെസ് വരുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ടിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലെൻസിങ് ആണ് കേട്ടോ. ക്ലെൻസിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ രാത്രിയിൽ എത്ര സ്കിൻ കെയർ ചെയ്താലും ആ ക്രീമിൻ്റെയും അതുപോലെ തന്നെ ആ സെബം പ്രൊഡക്ഷൻ്റെയൊക്കെ ഒരു ഓയിൽ കണ്ടൻറ്റ് ഒക്കെ നമ്മുടെ ഫേസിലുണ്ടാവുമല്ലോ. അതൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കളയാം കേട്ടോ. അതിന് വേണ്ടി ജെൻറ്റിലായിട്ടുള്ളൊരു ഫേസ് വാഷ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മളൊരു ടോണർ സെലക്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റാവുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ ടോണർ നോക്കി സെലക്ട് ചെയ്യുക. നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന ആ സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ആ പി എച്ച് ഒക്കെ ഒന്ന് ഡിസോർഡർ ആവണം. അതായത് ഒന്ന് ബാലൻസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പി എച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടോണർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുവഴി നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആ പി എച്ച് ഒക്കെ ഒന്ന് കറക്റ്റ് ആവാനും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോളായിട്ട് വെക്കാനും നമുക്ക് ഈ ടോണർ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ടോണേഴ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെ കുപ്പിയിൽ ബോട്ടിലിൽ വരുന്ന ടോണേഴ്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സ്പ്രേ ടൈപ്പ് ആയിട്ടുള്ള ടോണേഴ്സൊക്കെ കിട്ടും കേട്ടോ. ടോണിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിറം സെലക്ട് ചെയ്യാം. സിറം അത് ഇത്തിരിയും കൂടി സ്റ്റെപ്പ് കൂടുതലുള്ള കാരണം ഞാൻ പൊതുവേ ചിലപ്പം രാത്രിയിലായിരിക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിറം യൂസ് ചെയ്യാറില്ല. മോയ്സ്ചറൈസിങ് ആണ് ചെയ്യാറ്. അതിനു വേണ്ടി നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും ജെൽ ബേസ്ഡ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എടുക്കുക കേട്ടോ. നോർമലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് മോയ്സ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ മോയ്സ്ചറൈസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും പൊതുവേ മടിയുള്ള കാര്യമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. എനിക്കും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ സ്കിൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സിറം യൂസ് ചെയ്തിട്ട് ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റപ്പ് ചെയ്യില്ലേ, അതേ ഒരു ഫീലാണ് എനിക്ക് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം തോന്നിയിട്ടുള്ളത്. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വഴി സ്കിൻ ഡാമേജ് ആവാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്ന് കരിവാളിപ്പൊക്കെ ഒന്ന് കുറച്ച് നല്ലൊരു ഹെൽത്തി സ്കിൻ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 4 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ പുറത്ത് പോകുന്നതിനും 20 മിനിറ്റ് മുന്നേ അപ്ലൈ ചെയ്യുക. വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടി മടി കൂടാണ്ട് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അത് നിങ്ങളുടെ സ്കിന്നിന് എത്രയായാലും നല്ലൊരു ഹെൽത്തി സ്കിൻ വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ PM സ്കിൻ കെയർ റുട്ടീനിലേക്ക് കടക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലെൻസ് ചെയ്യുക. പിന്നെ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇടുക അല്ലെങ്കിൽ നൈറ്റ് ക്രീം ഇടുക. അതിന് ശേഷം ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. പിന്നെ ഒരു നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിനും ഒരു 2 മണിക്കൂർ മുന്നേ നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവാൻ കേട്ടോ. ഒരു 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്. അല്ലെങ്കിൽ 9 മണിക്കൂറോ നിങ്ങളുടെ ഇഷ്ടത്തിന്, അതിനും കൂടുതൽ ഉറങ്ങണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കും നിങ്ങളൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ലൊരു
ഒരു ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി, ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വലിയ കാര്യമായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നുമില്ല. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്നും ചെയ്യുന്ന സ്കിൻ കെയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഉറപ്പാണ് കേട്ടോ.